ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഇപ്പോഴും ചൂട് തന്നെയാണ്. ഇടയ്ക്ക് മഴക്കാറൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെറുതായിട്ടൊരു 2 സെക്കൻഡ് അടുത്തേക്ക് ഒന്ന് പൊടിഞ്ഞു പോയി എന്ന് പറയാം. അത്രമാത്രം കാര്യമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ മഴക്കാരും ചൂടും കൂടെ ആയിട്ട് ഭയങ്കര ചൂടാണ്. ഇനി പയ്യെ നമ്മൾ വിൻ്ററിലേക്ക് കടക്കും. ഇവിടെ രണ്ടും ഭയങ്കര ക്ലൈമാക്സ് കണ്ടീഷനാണ്. ചിലപ്പോൾ ചൂട് ഭയങ്കരമായിട്ട്, ചിലപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട്, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ബൈബിളൊക്കെ എഴുതി പൂർത്തിയാക്കി. അപ്പോൾ വലിയൊരു ടാസ്ക് എൻ്റെ തീർന്നു. കുറേ ദിവസത്തെ കഠിന അധ്വാനമാണ്. ഒത്തിരി ടൈം നമുക്ക് ബൈബിൾ എഴുതാനായിട്ട് സ്പെൻഡ് ചെയ്യണം. നല്ല പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ കുത്തിരുന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓടി എഴുതി തീർത്ത് ഏറ്റവും പോരാന്ന് വിചാരിച്ചാൽ നടക്കില്ല. കുറേ ദിവസത്തെ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫെബ്രുവരി മാസം തൊട്ട്. പക്ഷേ ഡെയിലി ഒന്നും എഴുതണ്ടായിരുന്നില്ല, സമയം കിട്ടുമ്പോഴേക്കാണ് എഴുതിയായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി ഇന്നലെ രാത്രിയോടുകൂടി എഴുതിയും തീർന്നു. പിന്നെ നമ്മൾ ലൈൻസൊക്കെ കുറച്ച് വരച്ചായിരുന്നു. അപ്പോൾ ഔട്ട്ലൈൻ കാര്യങ്ങളൊന്നും പാടില്ല. അതിനകത്ത് പ്ലെയിൻ പേപ്പർ ആയിരിക്കണം. നമ്മൾ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് മാത്രമേ അവിടെ കാണാവൂ. വേറെ ലൈൻസും ഡ്രോയിങ്ങും കാര്യങ്ങളൊന്നും പാടില്ല, ഡെക്കറേഷൻ പാടില്ല. അപ്പോൾ വരച്ചിരുന്ന ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ വരച്ചായിരുന്നു പെൻസിൽ വെച്ച്. അപ്പോൾ അതൊക്കെ മാച്ച് അങ്ങനെ ഫുൾ ജോലികൾ തീർത്തു. അപ്പോൾ ഞാൻ എഴുതിയ പേജുകളെല്ലാം നിങ്ങളെ കാണിക്കാം. കാരണം ഇന്ന് ബൈൻഡ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ബൈബിളിവിടെ എഴുതി തീരാറായ സമയത്തെടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എഴുതി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എഴുതി തീർത്തിട്ട് വേണം എനിക്ക് പേജ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കാനുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ ഏത് ബുക്കാണ് എഴുതണതെന്നുള്ളത്, എനിക്ക് 9 ബുക്ക് എഴുതാനുണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ഓരോ പേജുകളിലും നമുക്ക് ഏത് ബുക്കാണെന്നുള്ളത് മുകളിൽ എഴുതണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പെൻസിലിനാണ് വരച്ചിരുന്നത്. അപ്പോൾ പെൻസിലിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇറേസ് ചെയ്യണം. പിന്നെ പേജ് നമ്പറൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പെൻസിലിനാണ് എഴുതിയായിരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാച്ച് എഴുതാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ അതെല്ലാം മാച്ച് പേജ് നമ്പറെല്ലാം ഇപ്പോൾ പേനയ്ക്ക് ആക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പേജുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. എല്ലാ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബൈൻഡ് ചെയ്യാൻ കടയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രസ്സിൽ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൻ്റെ വർക്കുകളെല്ലാം തീർക്കണം. പ്രസ്സിൽ നിന്ന് കിട്ടി കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് കവറിങ് പേപ്പറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ബൈബിൾ എഴുതി തീർന്നത്. അപ്പോൾ ആ ഒരു തിരക്കും തിടുക്കവും ഒക്കെ കൂടെ ആയിട്ട് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. ഈ പ്രാവശ്യത്തെ ബൈബിള് എങ്ങനെയൊക്കെയോ എഴുതി തീർത്തു. മനസ്സുകൊണ്ട് കുറേ ദിവസമായിട്ട് ബൈബിൾ എഴുതി തീർക്കുന്ന ചിന്തയിൽ തന്നെയായിരുന്നു ഞാൻ. എന്തായാലും പറഞ്ഞ ഡേറ്റ് ആയപ്പോഴേക്കും ബൈബിളൊക്കെ എഴുതി തീർന്നു കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിലാണ് ഞാൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാറ്റിൻ്റെ കുറച്ച് റിബൺസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ബുക്ക് മാർക്കായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ. പിന്നെ എഴുതിയത് നിങ്ങൾക്ക് കാണണ്ടേ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ്. ഇത് രണ്ടാമത്തെ പേജ്. നമുക്കിതിനകത്ത് ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് പാനിക്ക് മാത്രം തന്നെ എഴുതിയേക്കണം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും ബുക്സ് നമുക്ക് എഴുതാനുണ്ടായിരുന്നു. ഇതൊരു 9 ബുക്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 9 ബുക്സ് ഉണ്ട്. 9 ബുക്സിൻ്റെയും പേരുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഫസ്റ്റ് ബുക്ക്. അപ്പോൾ അങ്ങനെ നമ്മളിതാ എഴുതി പോകണം. ഉണ്ടോ? ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷാണ്. മലയാളം പാടില്ല, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയതാ നമ്മൾ രണ്ടാമത്തെ ബുക്കിലേക്ക് ഇത് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ബുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാനങ്ങനെ ഇനി ഓരോരോ ബുക്കായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടിട്ടുണ്ട് 3ാമത്തെ ബുക്കും 4ാമത്തെ ബുക്കും ഒക്കെ. അങ്ങനെ നമ്മളിതാ ലാസ്റ്റ് പേജിലേക്ക് ഇനി എത്തണം. ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 611ാമത്തെ പേജാണ്. എൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് 611 പേജുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പേജ്. ഞാൻ എഴുതിയ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ എഴുതുമ്പോൾ അത് 611 പേജുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ബൈബിൾ അവസാനിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയ ആ ഒരു സിലബസ് ഇവിടെ വെച്ച് തീർന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് പേജ്. ഇതിനകത്ത് എൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ പേരും ചർച്ചിൻ്റെ പേര് അങ്ങനെയൊക്കെ.
ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് ഇതേപോലെ തന്നെ കെട്ടി അങ്ങനെയാണ് പ്രിൻറ്റിങ് പ്രസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അഞ്ചു വരുന്നില്ല, ഞാനും ചേട്ടനും കൂടെ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഇത് പ്രിൻറ്റിങ് പ്രസ്സിൽ കൊടുത്താൽ നമുക്ക് ഇപ്പം തന്നെ കിട്ടില്ല, എന്തായാലും കുറച്ച് ടൈം എടുക്കുമല്ലോ അവർ. ചിലപ്പോൾ വൈകുന്നേരത്തിനൊക്കെ തരുള്ളൂ, ചിലപ്പോൾ നാളെ തരുള്ളൂ, എങ്ങനെയെന്ന് അറിയില്ല. വൈകുന്നേരത്തിന് കിട്ടുമായിരിക്കും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഇതിൻ്റെ ഔട്ടർ കവറിങ്ങിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ എഴുതാനുണ്ട്. എഴുതല്ല, നമുക്ക് ഹോളി ബൈബിളിൽ നിന്നൊക്കെ എഴുതിയേക്കുന്ന ആ ഒരു പേപ്പറൊക്കെ മുകളിൽ വരുത്തണം. ബൈബിളിൻ്റെ ഏറ്റവും ഫൈനൽ കണ്ടീഷൻ ഞാൻ നിങ്ങളെ നാളെ കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ ആ വഴി ഷോപ്പിങ്ങിനൊക്കെ പോകും. അപ്പോൾ കുറച്ച് കിച്ചണിലേക്ക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വരാനായിട്ട്. അപ്പോൾ കടയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അഞ്ചുമില്ല, ഞാനും ചേട്ടനും കൂടിയാണ് പോകുന്നത്. അഞ്ചുവിന് വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകണം. അങ്ങനെ ഞങ്ങൾ ബൈബിള് ബൈൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോൾ അവരത് എന്തായാലും വൈകിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് ടൈം വേണം, അത് ഗം കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ അതിൻ്റെ ആ ഗ്ലൂ ഒക്കെ പിടിക്കണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതാ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നമ്മൾ സോഫ കവർ വാങ്ങിക്കാറുണ്ട് നമുക്ക്, അതുപോലെ തന്നെ കുഷ്യൻ കവർ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ നോക്കാം, നല്ലത് കാണണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇനി വിൻ്റർ സീസണിലേക്ക് നമ്മൾ പയ്യെ കിടക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനി വാഷ് ചെയ്തൊക്കെ ഇടുമ്പോൾ എളുപ്പത്തിലൊക്കെ ഉണങ്ങി കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും 1-2 പേര് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. പിന്നെ എനിക്ക് മൈക്രോ ഫൈബർ ക്ലോത്തും കൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. അപ്പോൾ അവരിതാ നമ്മളങ്ങനെ സോഫ കവറുകൾ ഇതാ എടുത്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഓൺലൈൻ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് നെറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഓൺലൈൻ വാങ്ങിച്ചത്. അപ്പോൾ അതും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഇതേപോലത്തെ തുണിയുടെയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ. അപ്പോൾ എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയത് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തതായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വർഷം ഷോപ്പിൽ തന്നെ വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് ഓൺലൈനിലൊന്നും നോക്കാനോ ഓൺലൈനിൽ നിന്ന് സോഫ കവർ വാങ്ങിക്കാനോ വിചാരിച്ചില്ല. അവിടുത്തെ കുഷ്യൻ കവറൊക്കെ വേണമെങ്കിൽ പിന്നെയും വാങ്ങിക്കാം, പക്ഷേ സോഫ കവർ ഷോപ്പിലത്തെയാണ് എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത്. അപ്പോൾ അതിനോടൊപ്പം എന്തായാലും ഞങ്ങൾ കുഷ്യൻ കവറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ മാച്ചിങ് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. പിന്നെ അടുത്തത് മൈക്രോ ഫൈബർ ക്ലോത്ത് വാങ്ങിക്കണം. അത് നമുക്ക് വൈപ്പിങ്ങിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനത് പല പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി, എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. ഞാൻ അത് ചോദിച്ചാൽ അത് അവരിതാ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ബൈബിളൊക്കെ പ്രിൻറ്റിങ് പ്രസ്സിൽ കൊടുത്തിട്ടുണ്ട് ബൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ തരില്ല, കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുന്നത് കിച്ചൺ ഷോപ്പിംഗ് കൂടെ ഉദ്ദേശിച്ച് പോയി, പക്ഷേ സമയം കിട്ടിയില്ല. അവിടെ കിച്ചൺ ഷോപ്പിങ്ങിന് പോയില്ല. മറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാൻ വാങ്ങിയത്. നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇത് സോഫ കവർ വാങ്ങിച്ചത് ഞങ്ങൾ. നമുക്കൊന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഇടാനായിട്ട്, വാഷ് ചെയ്യുന്ന ഇതൊന്ന് മാറ്റി ഇടാനായിട്ട് ഒരു 2 ജോഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സോഫ കവറിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, കടയിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 825. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഞാൻ ഇനി അടുത്ത സെറ്റും കൂടെ കാണിച്ചു തരാം. അടുത്ത സെറ്റ് ഇതാണ് കേട്ടോ. ഇതാണ് അടുത്ത സെറ്റ്. ഇത് രണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതും കുറച്ച് കളർഫുൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കർട്ടന് മാച്ചിങ് ആയിട്ട് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് മേലിക്കും അതുപോലെ 2 ചെയറിലേക്കും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചെയ്ത മെയിൻ ഷോപ്പിംഗ്. പിന്നെ മെറൂൺ സോഫ കവറിന് പറ്റിയ കുഷ്യൻ കവറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതാട്ടോ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെയാണ് നമുക്ക് മെറൂൺ സോഫ കവർ ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇടാനുള്ള കുഷ്യൻ കവർ. പിന്നെ അടുത്ത ഇങ്ങനെ ഇതൊരു 5 ഉണ്ട്, അതും 5. ഇതാവുമ്പോൾ മൾട്ടി കളറാണ്, എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇതെടുത്തേക്കുന്നത്. ഇത് ബാക്ക് സൈഡ് ഫുൾ വൈറ്റ് ആണ് കേട്ടോ. വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഇത് കുറച്ച് ടവൽസാണ്. ഇത് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്താണ്.
അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് നല്ല പോലെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം വാട്ടറൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ നോക്കി ഞാനൊരു 3 എണ്ണം കിച്ചണിലേക്ക് എടുത്തിരിക്കുന്നതാണ്. ഇത് 3 ഞാൻ കിച്ചണിലേക്ക് വേണ്ടി എടുത്തേക്കുന്നതാണ്. പിന്നെ ഇതൊരെണ്ണം ചേട്ടൻ്റെ ആവശ്യത്തിന് ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പോകുമ്പോൾ ചേട്ടന് വേണമെന്ന് പറഞ്ഞ് ഒരെണ്ണം ചേട്ടൻ്റെ എടുത്തേക്കുന്നത്. ഇതും ഇതേപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് കിച്ചണിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. കിച്ചണിൽ മാത്രമല്ല, നമുക്ക് വീട്ടിലൊക്കെ കബോർഡ് ക്ലീൻ ചെയ്യാനും അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ തുടയ്ക്കാൻ കാര്യങ്ങൾക്കൊക്കെ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി മറിച്ചൊക്കെ എടുക്കാൻ 1-2 എക്സ്ട്രാ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒരു 2-3 എണ്ണം അങ്ങനെ ഒരുമിച്ച് എടുത്തു എന്നുള്ളൂ. ഇത്രയും ഷോപ്പിംഗ് നമ്മളൊന്നും ചെയ്തോളൂ. കിച്ചൺ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അതിനിപ്പോൾ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ടൈമില്ലായിരുന്നു, കാരണം ഒത്തിരി ലേറ്റായി. ലഞ്ച് കഴിക്കേണ്ട ടൈമായിട്ടും തിരിച്ചു വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തു ഷോപ്പിൽ നമ്മൾ നോക്കി ഇതൊക്കെ എടുത്തു വന്നപ്പോഴേക്കും. പിന്നെ വേഗത്തിൽ പോന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.